ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ കുട്ടി വ്ളോഗ്. അപ്പോൾ നമുക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന കണ്ടാലോ? ആദ്യം അതിൻ്റെ ബേസ് സെറ്റ് ചെയ്യണം. അതിന് നമ്മൾ 2 സ്പോഞ്ചാണ് എടുത്തേക്കുന്നത്. ഈ 2 സ്പോഞ്ചും കൂടെ കൂട്ടി നമ്മൾ ഒട്ടിക്കുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ 4 സൈഡിലും നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ അക്വേറിയത്തിൻ്റെ ബേസ് സെറ്റാക്കുകയാണ്. എന്നിട്ട് ലെവലിംഗ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു കുട്ടി അക്വേറിയമാണ്, പ്ലാന്റഡ് അക്വേറിയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ലെവലിംഗ് ഒക്കെ ചെയ്തു, ബേസൊക്കെ കറക്റ്റാക്കി. എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഓൾറെഡി കഴുകിയതാണ്, എന്നാലും എന്തെങ്കിലും പൊടി ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കല്ല്, വെള്ളക്കല്ല്, ഇതിൻ്റെ ഒരു പേരുണ്ട്, പിപ്സിക്കിളോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ ആക്ച്വലി ഇത് മറന്നുപോയി. ഞാൻ വെള്ളക്കല്ലെന്ന് വിളിക്കും, നമുക്കതിനെ വെള്ളക്കല്ലെന്ന് വിളിക്കാം. ഇത് ഓൾറെഡി നമ്മുടെ അക്വേറിയത്തിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പം അക്വേറിയമൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത് വെച്ചതാണ്, അത് കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ വെക്കുന്നത് സോയിലും അക്വാ സോയിലും കൂടെ മിക്സ് ചെയ്തതാണ്. അക്വാ സോയിൽ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ രണ്ട് കല്ല് നമ്മൾ വഴിയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഈ കല്ലുകൾ നമ്മൾ സെറ്റ് ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ, ലോങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഈ കല്ലുകൾ എടുത്തതും ഇതിൽ സെറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചതൊക്കെ ഒക്കെ ആ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാവേ. എന്നിട്ട് നമ്മൾ ആ കല്ല് ഒന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സോയിലിൻ്റെ അവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് സോയിലൊന്ന് ഒരു സ്ലൈഡിങ് അല്ല, എന്താ പറയുക, അതിന് ഒരു നിരപ്പ് പോലുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു സ്ലാൻഡിങ് പോലെ അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കല്ലൊന്ന് കറക്റ്റാക്കി വെച്ചു. ഇനി കുറച്ച് സ്ഥലം മാറ്റി വെച്ചേക്കുവാണ് നമ്മുടെ വെള്ള കല്ലുകൾ ഇടാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ മുകളിലിട്ടിട്ടുണ്ടെങ്കിൽ കട്ടി കൂടുതലായിരിക്കും, അത്ര ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് സ്പേസിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഭംഗി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സി, നമുക്ക് ഫൈനൽ റിസൾട്ടിൽ കാണാം അത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ 2 സൈഡിലായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ആ വെള്ളക്കല്ല് അങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചധികം കല്ലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 പ്ലാന്റ് നമ്മൾ ആക്ച്വലി ഇന്ന് മേടിച്ചതാണ്. ഇത് പ്ലാന്റഡ് അക്വേറിയം ആയതുകൊണ്ട് പ്ലാന്റ് വേണമല്ലോ. അപ്പം ഈച്ച് പ്ലാന്റിനും 60 വെച്ചാണെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് മറ്റേ വ്ളോഗിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അതിൽ മേടിച്ച കടയും എന്താ പ്ലാന്റിൻ്റെ നെയിമും ഒക്കെ ഞാൻ നോക്കിയിട്ട് മെൻഷൻ ചെയ്യാവേ. ആർക്കെങ്കിലും അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻഡ് കമൻറ്റിലോ ആയിട്ട് ഞാൻ കൊടുക്കാവേ. അപ്പോൾ നമുക്ക് ഈ ചെടി നടാൻ വേണ്ടിയിട്ടൊരു കുഴി പോലെ അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കുവാണ്. അത് കത്തി വെച്ചിട്ട് റെഡിയാകാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ റെഡിയാക്കിയിട്ട് അതങ്ങ് ഇറക്കി വെക്കുവാണ്. അതിൻ്റെ ആക്ച്വലി ആ ചട്ടി പോലത്തെ സാധനം റിമൂവ് ചെയ്യുന്നില്ല, അങ്ങനെ വെക്കുവാണ്. അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ലെന്നാണ് ജെറം പറഞ്ഞത്. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ മുന്നേയും അങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ ചില സമയത്ത് നമ്മളത് റിമൂവ് ചെയ്തിട്ടും വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പ്ലാന്റ് വെച്ചത് സെറ്റ് ചെയ്തു. പ്ലാന്റ് ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ഒരു മണ്ണും അതും വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്ലാസ്റ്റിക് കവർ എന്തിനാണ്, ഇത് വൃത്തികേടല്ലേന്ന്. ആക്ച്വലി വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം കലങ്ങത്തില്ല. ഇത് അക്വേറിയമൊക്കെ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ, അല്ലാത്തവർക്ക് അറിയില്ല. എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്കിത് എന്തിനാണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതൊരു 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ നിറച്ച് ഒഴിക്കുന്നുണ്ട്. അത്രയും വെള്ളം ഇതിൽ കൊള്ളും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ആ പേപ്പറല്ല ആ പ്ലാസ്റ്റിക്കിലേക്ക് കറക്റ്റായിട്ട് ഒഴിക്കും. അപ്പം നമ്മുടെ വെള്ളം അധികം കലങ്ങാതെ നമുക്ക് കിട്ടും. ഇത് ഫുള്ളായിട്ട് ഒഴിക്കില്ല കേട്ടോ, അങ്ങനെ ആകുമ്പോൾ മീനിന് ജമ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇത്രയും അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ഇച്ചിരി കൂടെ കുറവ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് നമ്മളിത് സെറ്റ് ചെയ്തതാണ്. കറക്റ്റായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. അവിടെ നേരത്തെ തന്നെ ഞാൻ ആ ബേസ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജെറിന് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ നോക്കി കറക്റ്റായിട്ടത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടല്ലേ, നല്ല രസമുണ്ട് ആക്ച്വലി ഇത് കാണാൻ. ആ പച്ചപ്പും ഈ അക്വേറിയം ഒക്കെ കൂടെ കാണാൻ. നമ്മുടെ ബെഡ്റൂമിൽ തന്നെയാണ് നമ്മൾ ഈ ബാൽക്കണിയിൽ വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റർ വെച്ചു കേട്ടോ. ഈ ഫിൽറ്റർ ഇല്ലെങ്കിൽ ആക്ച്വലി മീൻ പെട്ടെന്ന് ചത്തുപോകും. നമ്മുടെ ആദ്യത്തെ അക്വേറിയത്തിലൊന്നും ഫിൽറ്റർ ഇല്ലാണ്ട് കുറച്ച് മീനുകൾ ചത്തുപോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫിൽറ്റർ മേടിച്ചത്. എന്നിട്ട് ഫിൽറ്ററിൽ നമ്മൾ ഈ വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം, പിന്നെ ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ എനിക്കൊന്ന് കറണ്ട് പോകുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച്, കറണ്ട് വന്നു കഴിയുമ്പോഴത്തേ അത് നിന്ന് പോകും, പിന്നെ അത് ചുമ്മാ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിൽറ്റർ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നമ്മുടെ മീൻകുട്ടന്മാരെ ഇടുവാണ്. ഇതാണ് നമ്മുടെ മീൻകുട്ടന്മാർ. ഒരു നീല വെള്ളം കാണുന്നത് അത് ആ മെത്തലിൻ ബ്ലൂ ഒഴിച്ചുകൊണ്ടാണ് കടയിൽ നിന്ന് മേടിച്ചപ്പം അവർ മെത്തലിൻ ബ്ലൂ ഒഴിച്ചിട്ടുണ്ട്. ഇത് നിയോൺ ടെട്ര എന്ന് പറഞ്ഞ മീനാട്ടോ, 4 എണ്ണം ഉണ്ട്.
അമരം ഉണ്ട്, നല്ല രസമില്ലേ ഇങ്ങനെ ഓടിക്കളിക്കുന്ന കാണാൻ. ഇപ്പം 3 ഉള്ളൂ, ഒരെണ്ണം അവിടെ എവിടെയോ പോയി ഒളിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇത് ഇരുട്ടത്ത് കാണാനാണ് ആക്ച്വലി ഇത് ഭംഗി ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ പകലെടുത്ത വീഡിയോ ആണ്. ഇരുട്ടത്ത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കൊരു വലിയ വ്ളോഗായിട്ടോ അല്ലെങ്കിൽ ഒരു കുട്ടി വ്ളോഗായിട്ടോ ഇനി കാണാവേ.